ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ല മാത്രം കഴിക്കും. മസ്ലീസ് ദി ട്രൂ ഐസ്ക്രീം. വുഡ് ബി എന്നിട്ടുള്ള സെഗ്മെന്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജനിക്കുന്നത് ആൺകുട്ടിയാണ്, അവന് ഇടാൻ സാധ്യതയുള്ള പേര്. ഞാൻ ഇവിടുത്തെ പണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആബേൽ എന്ന് പേരിടണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇപ്പൊ ഉണ്ട് കേട്ടോ, അങ്ങനെ ആഗ്രഹമുണ്ട്. ആബേൽ ഇന്റർവ്യൂ ചെയ്ത് മിക്കവാറും കുടുംബം കലങ്ങി പിള്ളേർക്ക് ആരുടെ ക്യാരക്ടർ വരണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം? അതെന്താ പുള്ളിക്കാരത്തെ ഞാൻ എന്തായാലും ലൈഫ് ലോങ് സഹിക്കണം. പിന്നെ ഇതുപോലത്തെ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കണ്ടേ? ഇതെന്ത് ഇത് അനക്ക് നല്ലത് ഞാൻ വല്ല പട്ടള ക്യാമ്പിൽ പോയി താമസിച്ചാൽ പോലെ. ഞാൻ എന്തിനാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നത്? പോകാൻ പ്ലാനുള്ള ഹണിമൂൺ സ്പോട്ട് ഓസ്ട്രേലിയയിൽ, UAE അങ്ങോട്ട് പോകണമെന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയ പോകുന്നു, ഇവള് കല്യാണം കഴിഞ്ഞ് UAE-ലും. ഇവള് ഒറ്റക്കോടെ ഹണിമൂൺ, ഞാൻ അവിടെ ഒറ്റക്ക്. പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടുപോകത്തില്ലെന്ന്. അടി കൂടാൻ സാധ്യതയുള്ള കാര്യം എന്താണ്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണം. ലീനു ആണ് കാരണം. അപ്പം ഐസ് ആൻഡ് ദ പെൻഗ്വിന്റെ വുഡ് ബി എന്നിട്ടുള്ള സെഗ്മെന്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ എന്റെ കൂടെ ഉള്ളത് സിജോ ആൻഡ് ലിനു. റെഡിയാണോ? ഓക്കെ. അപ്പൊ നമ്മള് വുഡ് ബി എന്നാണ് നമ്മുടെ റൗണ്ടിന്റെ പേര്. ഒബ്വിയസ്ലി നിങ്ങൾ വുഡ് ബികളാണല്ലോ, ലൈക്ക് ഫിയാൻസെ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഞാൻ കുറച്ച് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. ഓക്കെ, എനിക്ക് ഇപ്പത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട. ഇനി ഭാവി ഭൂതം, അയ്യോ ഭൂതം അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനെ, വിവാഹം കഴിഞ്ഞ് ഇനി ഒന്നിച്ചെടുക്കാൻ പോകുന്ന ജീവിതത്തിലെ വഴിത്തിരിവാകുന്ന തീരുമാനം എന്തായിരിക്കും? വളരെ സീരിയസ് ആണ് കേട്ടോ. യു ഷുഡ് അപ്രോച്ച് സീരിയസ്ലി. പറയൂ സിജോ. കുട്ടികളുടെ കാര്യത്തില് കാരണം ഇവക്ക് 4 കുട്ടികൾ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് 2 കുട്ടികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് വലിയ പ്രോബ്ലമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല, അത് 6 ഭയങ്കര പ്രശ്നമല്ലേ? കാരണം ഇവക്ക് 4 കുട്ടികൾ വേണമെന്നാണ് ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞോ അത് പറ്റണ്ടേ, അത് 2 ഒതുക്കാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് 4 സ്റ്റിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു തീരുമാനം ആക്കണം. രണ്ടാമത്, പോകാൻ പ്ലാനുള്ള ഹണിമൂൺ സ്പോട്ട് ഓസ്ട്രേലിയയിൽ പോകണം. അതിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പൊ പുള്ളിക്കാരത്തെ എനിക്ക് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് അവിടെ വരണം എന്നുള്ള. അപ്പൊ അവിടുത്തെ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഓസ്ട്രേലിയ. ഓക്കെ, ലിനുവിനെ എവിടെ പോകണം? ശരിക്കും ലിനുവിനെ എവിടെ പോകണം? എന്റെ സിസ്റ്റേഴ്സ് ഉണ്ട് പുറത്ത് UAE, അങ്ങോട്ട് പോകണം. UAE ആണ് അവിടെ. അപ്പൊ നിങ്ങക്ക് 2 ഹണിമൂൺ ഉണ്ടല്ലേ? കൺഗ്രാറ്റുലേഷൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടുപോകത്തില്ലെന്ന്. ഷെയർ ഇട്ടില്ലേ കൊണ്ടുപോകത്തില്ലെന്ന്. അതെ, നമ്മളെല്ലാം ഷെയർ ചെയ്യണം. ഓഹോ, അടി കൂടാൻ സാധ്യതയുള്ള കാര്യം എന്താണ്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണം. അപ്പൊ സിജോ അടിയേ ഉണ്ടാക്കാറില്ലേ? പറയ്, ലിനു സംസാരിക്കൂ, കേക്കട്ടെ. ഇങ്ങനെ റെഡി ആക്കാനോ? ഞാൻ ഒന്ന് മൂപ്പിച്ചു വിടുമല്ലോ. അത് കഴിഞ്ഞ് ആദ്യം അങ്ങനെ ഒരു ടെമ്പർ എത്ര ഒരു കൺട്രോൾ ആയി പോയി കഴിഞ്ഞിട്ട് അവസാനം കൈവിട്ടു പോകല്ലോ, തിരിച്ചെന്നോട് വരും. എന്തെങ്കിലും കാരണമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. മറ്റേ സിജോന്റെ അടി കൂടാനുള്ള കാരണം ലിനു ആണ്. ലിനുവിന്റെ അടി കൂടാനുള്ള കാരണം സിജോ ആയിരിക്കും. ഇതാ വേറൊരു കാരണം വേണ്ട. ഓക്കെ, ജനിക്കുന്നത് ആൺകുട്ടിയാണ്, അവന് ഇടാൻ സാധ്യതയുള്ള പേര്. ഇതിപ്പോ ഞങ്ങൾക്ക് കുറെ പേരുണ്ട്, സിനു, ലിജോ, അങ്ങനെ കുറച്ചൊരു അല്ല ഞങ്ങളുടെ കമന്റിൽ വരുന്നതാ. ലിഞ്ചോ ഞാൻ ആക്ച്വലി ആൺകുട്ടിയാണെ പെൺകുട്ടിയാണെങ്കിലും പറയണം. എനിക്ക് ഞാൻ ഇവിടുത്തെ പണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആബേൽ എന്ന് പേരിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആബേൽ അത് വേറെ വേണ്ടോ? ഇവളല്ല വേറെ ആയിരുന്നത്. ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയുന്നത്. അല്ല അങ്ങനെ ഇപ്പൊ ഉണ്ട് കേട്ടോ, അങ്ങനെ ആഗ്രഹമുണ്ട്. ആബേൽ പെൺപിള്ളേര് മതി, ആൺപിള്ളേര് വേണമെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ആബേൽ. രണ്ടാമത്തെ ആബേൽ. അപ്പൊ പെൺകുട്ടിയാണെങ്കിലോ? പെട്ടെന്ന് രക്ഷപ്പെട്ടു. ഇന്റർവ്യൂ ചെയ്ത് മിക്കവാറും കുടുംബം കലങ്ങി. ഇറങ്ങിയിട്ട് ബാക്കി ഇറങ്ങിയിട്ട് ഞാൻ പെണ്ണ് മാറിപ്പോഴാണ് കേസ്, എനിക്കറിയാം. ഞാൻ ആക്ച്വലി എനിക്കൊരു പെൺകൊച്ചുണ്ടാണ്, എസ്ര എന്ന് പേരിടുന്നത്. അപ്പോഴാണ് പ്രേത സിനിമ ഇറങ്ങിപ്പോയത്. എസ്ര എന്ന് പേരിടാൻ. എസ്ര അപ്പോഴാണ് പൃഥ്വിരാജിന്റെ ഫിലിം ഇറങ്ങിയത്. ഇനിയിപ്പോ അല്ല, അത് ബൈബിളിലുള്ള പേരാ. എസ്ര ഒരു അധ്യായം. അത്
ഓ അപ്പം ഞാൻ അതില് ബൈബിള് വായിക്കാറില്ലേ? ചോദിക്കാതെ ഇവിടെ വെച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് എന്നെ വായിപ്പിക്കും. ഞാൻ വായിച്ചിട്ടില്ല. ഓക്കെ. ആക്ച്വലി ഞാൻ അങ്ങനെ കണ്ട് പണ്ടോട്ടേ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എക്സ്ട്രാ നല്ല പേരാ, നല്ല രസമുണ്ട്. പക്ഷെ അതൊരു ബോയ് നെയിമാ, പക്ഷെ അത് പെങ്കൊച്ചിന് തന്നെ നല്ല രസമായിരിക്കും. ഓക്കെ. അപ്പൊ ഈ പിള്ളേർക്ക് ആരുടെ ക്യാരക്ടർ തരണമെന്നാ നിങ്ങൾക്ക് ആഗ്രഹം? അച്ഛനെ പോലെയാണോ അമ്മയെ പോലെയാണോ? എന്റെ അതെന്താ അങ്ങനെ പൊതുവെ പറയുമ്പോഴേ എന്റെ ഭാര്യയെ പോലെ വന്നാ മതി, അല്ലെങ്കിൽ അങ്ങനെ പറ അച്ഛാ. കാരണം നീ ഇപ്പൊ പറഞ്ഞ നീ കേട്ടതല്ലേ, ഇവിടെ വാന്ന് പറയും, അത് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. പുള്ളിക്കാരത്തെ ഞാൻ എന്തായാലും ലൈഫ് ലോങ് സഹിക്കണം. ഇതുപോലത്തെ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിലെ താമസിക്കണ്ടേ? ഇതെന്ത് ഇത് അരക്കട ഞാൻ വല്ല പട്ടള ക്യാമ്പിൽ പോയി താമസിച്ചാൽ പോരെ? ഞാൻ എന്തിനാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നത്? എന്റെ പോലെ ക്യാമറ ആണെങ്കിൽ എനിക്കിത് പിന്നെയും പറയുകയൊക്കെ ചെയ്യാമല്ലോ. താമ്പോ രാവിലെ ആകുമ്പോഴത്തേക്കും സൗദാൻ മിശ്രം എന്നൊക്കെ പറയുന്ന പോലെ ഇന്നോരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കും. നീ കേൾക്കണം, രാവിലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ 9 മണിക്ക് എനിക്ക് തോന്നും 8 മണിക്ക് കോൾ തുടങ്ങും. ഇപ്പൊ ഞാൻ സൈലന്റ് ആക്കിയിട്ട് ഫോൺ മാറ്റി വെച്ചിട്ടാണെന്ന് പറയണം. ഞാൻ രാത്രി വല്ല ഉറക്കുള്ളി കൊടുക്കും. ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പൊ എന്താ പറയാ, എന്തുകൊണ്ട് ലിനു പറഞ്ഞത് സിജോനെ പോലെ ലിനുവിനെ പോലെ തന്നെ ആവണമെന്ന്? നല്ല വെച്ചതുണ്ട്, നല്ല വെച്ചാരി അലമ്പ് കാണിക്കില്ല. ഇല്ല ഞാൻ ഡീസന്റ്. വെറുതെ അവിടെ നേരെ പോ നേരെ വാ ടൈപ്പാണ് നമ്മൾ. അങ്ങനെ പോത്തേ ഉള്ളൂ, വരത്തില്ല. ഓക്കെ. അപ്പൊ ഈ സെഗ്മെന്റ് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ സെഗ്മെന്റ് കഴിഞ്ഞു. ഫ്യൂച്ചർ നിങ്ങൾ കണ്ടപ്പോ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? നമുക്ക് ഫ്യൂച്ചറിനെ ആലോചിക്കുമ്പോ പേടിയാണ്. ഏതായാലും നിങ്ങള് വെട്ടു. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചുകൂടെ ആഗ്രഹങ്ങള്, കുറെ ഡ്രീംസ് ഭയങ്കരമായിട്ടുള്ള ഒരു കൊച്ചുകളെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഈ കല്യാണം കഴിയുമ്പോ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ലൈക്ക് ആ ലൈഫിന്ന് എന്തൊക്കെ, ഈ ലൈഫിന്ന് എന്തൊക്കെ ഇനി കല്യാണം കഴിഞ്ഞ മാറ്റങ്ങൾ ഇനി ലിനുവിന് വരും? എനിക്ക് നന്നായിട്ട് ട്രാവൽ ചെയ്യണം, മെയിൻ ആയിട്ട് അതാണ്. പിന്നെ ട്രാവൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡെസ്റ്റിനേഷൻ, എവിടൊക്കെയാണ്? അങ്ങനൊന്നും തീരുമാനിച്ചില്ല. കുറച്ചൊന്ന് ഞാൻ കേരളം മൊത്തം കണ്ടിട്ട് തീർന്നിട്ടില്ല. ഇവര് കൂടുതലായിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ മൂന്നാർ പോവാ. ഞാൻ പറഞ്ഞ നല്ല കാര്യം, പോയിട്ട് പോവാ. ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എവിടെയെങ്കിലും പോകുമെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു മൂന്നാർ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ പോയിട്ട് സ്റ്റേ ആണോ? ഇല്ല, അന്ന് തന്നെ വരും പോയിട്ട്. ഞാൻ കോട്ടയത്ത് മൂന്നാർ വരെ പോയിട്ട് അന്ന് തന്നെ എങ്ങനെ വരും? അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയൊക്കെയാ പോണേ? ഒരു പള്ളിയുണ്ട് പോകുന്ന വഴി, പള്ളി കയറും. ഇവരുടെ ട്രിപ്പിനകത്തൊക്കെ പള്ളിയും സൺഡേ എല്ലാം പോകുന്നതെല്ലാം മെയിൻലി ഏതെങ്കിലും പള്ളി. സൺഡേ ഫാമിലി ആയിട്ട് സൺഡേ മാത്രമേ പപ്പ വീട്ടിലുള്ളൂ. അതും പോകുന്ന പള്ളിയിലേക്കാണ്. അല്ലാണ്ട് അപ്പൊ അത് പറഞ്ഞ അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞ ട്രാവൽ ആണ് പേര്. അപ്പൊ നമ്മള് വേറെ സ്ഥലങ്ങൾ കാണും. എനിക്ക് തോന്നുന്നു കാശ്മീർ, അങ്ങനെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അത്ര റൊമാൻസ് ഇല്ലാത്തതാണ് ശരി. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഫുഡിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് പറഞ്ഞു. ഞാൻ ഗോവയിൽ കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റ് കയറി ഗോവയിൽ പോയിട്ട് അത് തായ്ലൻഡ് നമ്മൾ പറ്റിക്കാതിരിക്കും. വിഷയമില്ല, ലക്ഷദ്വീപ് പോയിട്ട് മാൽഡീവ്സ് എന്ന് പറയും. പോയിട്ട് ദണ്ഡാർട്ടിക്കാന്ന് പറയും. അങ്ങനെ പറയാൻ നോക്ക്. ഓക്കെ. അപ്പൊ ട്രാവൽ ചെയ്തിട്ട് വേറെ എന്തൊക്കെയാണ് ലിനുവിന്റെ ആഗ്രഹങ്ങൾ, ലൈഫിൽ എന്തൊക്കെ മാറ്റം വരുന്നത്? മെയിൻ ആയിട്ട് ഫുഡ് തന്നെയാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കോഴിക്കോട് മെയിൻ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നു കോഴിക്കോട് പോകണം. ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് അങ്ങോട്ട് പോകണം, അവിടെ പോണം, ഇവിടെ പോണം, എല്ലാം പോയിട്ടില്ല. ഞാൻ പറയട്ടെ, ഇടുക്കി ഞങ്ങോട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വരുമെങ്കിലും ഞാൻ വണ്ടി ഓടിക്കലും എനിക്ക് പാർക്കിംഗ് കിട്ടാത്തോണ്ട് എനിക്ക് താല്പര്യമില്ല ലുലു കയറാൻ. ഞാൻ ഇന്ന് വരെ ലുലു ഇവിടെ വരും. ഒരു ദിവസം ഞാൻ കൊച്ചി വരുവാ ലുലുലൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു പോയോ എന്തായി എന്നൊക്കെ ചോദിച്ചു. അതിന്റെ അപ്പുറത്ത് പള്ളിയില്ല, നമ്മുടെ വലിയ എടപ്പള്ളി പോയി പ്രാർത്ഥിച്ച് ലുലു കയറിയില്ല. പോയി അപ്പൊ ഇതൊരു ട്രിപ്പ് കൂടെയാണല്ലേ. നമുക്കത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വ്യൂ പോയിന്റിൽ നമ്മളിപ്പോ വേണമെങ്കിൽ തമാശ കാണാൻ ചിലപ്പോൾ കാണുമ്പോൾ ആൾക്കാർ പറയും അയ്യ ഇങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാം. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ടൈം ഉണ്ടല്ലോ, ഇനി ഒരുപാട് കാര്യങ്ങൾക്ക് ഇനി ടൈം ഉള്ളതല്ലേ. നമുക്ക് തീർച്ചയായിട്ടും ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി ബിഗ് ബോസ് ഒന്ന് കാണുന്ന ഒരു സിജോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അന്ന് അറിയില്ലായിരുന്നു സിജോ കമ്മിറ്റഡ് ആണ്. സിജോ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ബേബി ഞങ്ങള് ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ.
അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ അന്ന് മറ്റേ പയ്യൻ മൂളാണ് മറ്റേ ഇവാളോ നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ആ സാധനമാണ്. പക്ഷെ ഇന്ന് ഇപ്പൊ ഒരു എൻഗേജ്മെന്റ് കഴിയുമ്പോഴേക്കും സിജു കുറച്ചുകൂടെ എന്താ കാര്യങ്ങളോട് ഒരു എനിക്ക് വേറൊരു അപ്രോച്ച് വന്നല്ലോ തോന്നി. അങ്ങനെ വല്ല മാറ്റങ്ങൾ തോന്നിയോ സിജു? എനിക്ക് പറഞ്ഞു അങ്ങനെ ഇവിടെ സംസാരിക്കുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് മെച്യൂരിറ്റി ഫീൽ ചെയ്യിപ്പിക്കണം. നീ എനിക്ക് അല്ല അപ്പൊ മെച്യൂരിറ്റി കൂടിയത് തോന്നിയോ അത് ഇല്ല കഴിഞ്ഞിട്ട്? അങ്ങനെ മെച്യൂരിറ്റി ഒന്നും അല്ല. നമ്മളിപ്പോ എന്താ പറയുക, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം നമ്മള് ഇതിനുമുമ്പ് നമ്മൾ സായി ആയിട്ടൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോ രീതി അനുസരിച്ചല്ല. അപ്പം നമ്മളിപ്പോ എൻഗേജ്മെന്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇത്ര സംസാരിച്ചിട്ട് മൊത്തം ഇപ്പൊ ഇവിടെ എവിടെയും പോയിട്ടില്ല എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ പോയിട്ടില്ല എന്ന് പറയുമ്പോഴും എനിക്ക് ഇവിടെ നന്നായിട്ട് അറിയാം, ഇവിടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ അറിയാം. അപ്പൊ അതിന് ഇനി സമയം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ചോദ്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream.